നമസ്കാരം. പ്രധാന വാർത്തകൾ. കൊടിസുനിയെ തവനൂർ ജയിലിലേക്ക് മാറ്റാൻ ശ്രമം. കണ്ണൂർ സെൻട്രൽ ജയിലിൽ കഴിയുന്ന ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതി കൊടിസുനിയെ തവനൂരിലേക്ക് തന്നെ മാറ്റാൻ ജയിൽ വകുപ്പ് നീക്കം. പരസ്യ മദ്യപാനം, പരോൾ വ്യവസ്ഥയിലെ ലംഘനം തുടങ്ങിയ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ജയിൽ വകുപ്പിന്റെ തീരുമാനം. ഇക്കാര്യത്തിൽ അനുമതി തേടി കണ്ണൂർ സെൻട്രൽ ജയിൽ അധികൃതർ തലശ്ശേരി അഡീഷണൽ സെഷൻസ് കോടതിയെ സമീപിച്ചു. മാഹി ഇരട്ടക്കൊലക്കേസിൽ പ്രതിയായ കൊടിസുനിയുടെ വിചാരണ തലശ്ശേരി സെഷൻസ് കോടതിയിൽ നടക്കുന്നുണ്ട്. തലശ്ശേരിയിൽ എത്തിക്കുന്നുവെങ്കിലും ഓൺലൈൻ വഴിയാണ് കോടതി നടപടികൾ പൂർത്തിയാക്കുന്നത്. ആ നിലയ്ക്ക് തവനൂരിൽ നിന്നും ഓൺലൈനായി നടത്താമെന്നാണ് ജയിൽ വകുപ്പിന്റെ വാദം. ബസ് കാത്തുനിന്ന യുവതികൾ ഡെലിവറി വാനിടിച്ച് മരിച്ച സംഭവത്തിൽ ഡ്രൈവർ അറസ്റ്റിൽ. വാൻ ഓടിച്ചിരുന്ന എറണാകുളം അഞ്ചൽപ്പെട്ടി ഇടച്ചാട് വീട്ടിൽ എൽദോ ബേബിയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. വ്യാഴാഴ്ച പുലർച്ചെ 6:40 അപകടം. പനുവേലിയിൽ MC റോഡിൽ ബസ് കാത്തുനിന്ന 2 യുവതികളാണ് ഡെലിവറി വാനിടിച്ച് മരിച്ചത്. കൊട്ടിയം ഹോളി ക്രോസ് ആശുപത്രിയിലെ നഴ്സ്, പനവേലി ഷാൻ ഭവനിൽ സോണിയ ഷാൻ, കൊട്ടാരക്കരയിലെ സ്വകാര്യ ബേക്കറി ജീവനക്കാരി, പനവേലി ചരുവിള വീട്ടിൽ ശ്രീകുട്ടി എന്നിവരാണ് മരിച്ചത്. കന്യാസ്ത്രീകൾക്കും 2 മലയാളി വൈദികർക്കും നേരെ ആക്രമണം. കയ്യേറ്റം ചെയ്തത് 70-അംഗ ബജറംഗദൾ പ്രവർത്തകർ. ഒഡീഷയിലെ ജലേശ്വറിലാണ് സംഭവം. മതപരിവർത്തനം ആരോപിച്ച് കന്യാസ്ത്രീകളെയും 2 മലയാളി വൈദികരെയും കയ്യേറ്റം ചെയ്തെന്നാണ് പരാതി. ബജറംഗദൾ പ്രവർത്തകരാണ് കയ്യേറ്റം ചെയ്തതെന്നാണ് പരാതി. 70 പേരടങ്ങുന്ന ബജറംഗദൾ പ്രവർത്തകരാണ് കയ്യേറ്റം ചെയ്തതെന്നാണ് ആരോപണം. അതിക്രമത്തിനിരയായ 2 വൈദികരും മലയാളികളാണ്. മതപരിവർത്തനം ആരോപിച്ച് പ്രവർത്തകർ സ്ഥലത്തെത്തി കയ്യേറ്റം ചെയ്യുകയായിരുന്നുവെന്നാണ് പരാതി. യുവാവ് കുത്തേറ്റ് മരിച്ചു. ആക്രമിച്ചത് 2 പേർ. തിരൂരിൽ യുവാവ് കുത്തേറ്റ് മരിച്ചു. കാട്ടിലപ്പള്ളി സ്വദേശി തുഫയിലാണ് മരിച്ചത്. വാടിക്കലിൽ വെച്ച് വൈകിട്ട് 5 മണിയോടെയാണ് ആക്രമണം ഉണ്ടായത്. 2 പേർ ആക്രമിച്ചു എന്നാണ് പ്രാഥമിക വിവരം. പോലീസ് സ്ഥലത്തെത്തി മൃതദേഹം തിരൂർ ജില്ലാശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. സംഭവത്തിൽ പോലീസ് അന്വേഷണം തുടങ്ങി. മുൻവൈരാഗ്യമാണ് ആക്രമണത്തിന് കാരണമെന്നാണ് പോലീസ് പറയുന്നത്. പാർട്ടി വിടുമെന്ന് CK പത്മനാഭന്റെ ഭീഷണി. കോർ കമ്മിറ്റി പട്ടിക വീണ്ടും തിരുത്തി BJP. മുതിർന്ന നേതാവ് CK പത്മനാഭനെ ഉൾപ്പെടുത്തി പട്ടിക പുനഃപ്രസിദ്ധീകരിച്ചു. പാർട്ടി വിടുമെന്ന് കടുത്ത നിലപാട് CK പത്മനാഭൻ രാജീവ് ചന്ദ്രശേഖരനെ അറിയിച്ചതിന് പിന്നാലെയാണ് നീക്കം. 2 ക്ഷണിതാക്കൾക്ക് പുറമെ 21 പേരായിരുന്നു BJP ആദ്യം പ്രസിദ്ധീകരിച്ച പട്ടികയിൽ ഉണ്ടായിരുന്നത്. കന്യാസ്ത്രീ വിഷയത്തിൽ നേതൃത്വത്തെ വിമർശിച്ച വൈസ് പ്രസിഡന്റ് KS രാധാകൃഷ്ണനെ കോർ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു. മീഡിയ പാനലിസ്റ്റ് ലിസ്റ്റിലും KS രാധാകൃഷ്ണൻ ഇല്ല. 10 വൈസ് പ്രസിഡന്റുമാരിൽ മറ്റെല്ലാവരും മീഡിയ പാനലിസ്റ്റ് ലിസ്റ്റിലുണ്ട്.